പോണോന്നല്ലേ പറഞ്ഞേ? മൺഡേ മോർണിംഗ് എന്നാ പറഞ്ഞേ. കേറി സംസാരിച്ച എന്റെ അപ്പനും അമ്മയും ഒരു കാര്യം പറയുമ്പോ അത് എന്റെ ഉത്തരവാദിത്തം ചെയ്യാന്. അപ്പച്ച വേണ്ടാത്ത പ്രശ്നം ഇവിടെ ഉണ്ടാക്കില്ല. ഇപ്പൊ പോണോന്ന് ആരും ഇവിടെ പറഞ്ഞില്ല. നാളെ പോണോന്നല്ല പറഞ്ഞേ, മൺഡേ മോർണിംഗ് പോണോന്നാ പറഞ്ഞു. അങ്ങനെ പോകാൻ പാടില്ലായിരുന്നു ഇവിടെ. എനിക്ക് മനസ്സിലായി. ഞാൻ ആദ്യമായിട്ടല്ല ട്രാവൽ ചെയ്യുന്നത്. ഇതെന്നെ 41ാമത്തെ രാജ്യമാണ്. നിങ്ങളെല്ലാം വീഡിയോ കാണുന്നല്ലേ ഞാൻ എവിടെയൊക്കെയാ താമസിക്കുന്നത്, എന്തൊക്കെയാ ചെയ്യുന്നുള്ളത്. അല്ലാണ്ട് ഇവരൊപ്പം ലോകം കാണാത്തവരല്ല ഞാൻ. ലോകം ഞങ്ങളാരും ലോകം കാണാതിരിക്കുന്നില്ല. നാളെ പോകുന്നു ഞാൻ അവരോട് പറഞ്ഞു. ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു എനിക്ക് ഫ്ലൈറ്റ് ഉണ്ട്. അത് നാളെ പോണെന്ന് പറഞ്ഞില്ലേ? ഞാൻ മൺഡേ നാളത്തേക്ക് വേറെ അക്കോമഡേഷൻ നോക്കണം. മൺഡേ മോർണിംഗ് ആകുമ്പോഴത്തേക്കാണ് ഞാൻ പറഞ്ഞു. ഐ ഡിഡ് നോട്ട് സേ ടുമോറോ. ഡു നോട്ട് ട്രൈ യാ. അതിന്റെ അർത്ഥം എന്തുവാ? എനിക്ക് നിങ്ങളുടെ നാട്ടിലുള്ള രീതിയിലല്ല ഞാൻ സംസാരിക്കുന്നത്. എന്റെ അപ്പനും അമ്മ എന്നെ സ്കൂളിൽ വിട്ട അതുപോലെയൊക്കെയാണ് ഞാൻ സംസാരിക്കുന്നത്. ഡു നോട്ട് ഡിസ്റെസ്പെക്ട് മീ ഇൻ മൈ ഹോം. And that's the tone that you both of you guys are taking. അതുകൊണ്ടാണ് ഞാൻ അറിഞ്ഞത്, മനസ്സിലായില്ലേ? അതായത് എന്റെ അടുത്തും അതേ രീതിയിലാണ് സംസാരിച്ചത്. അല്ല. Oh my God. ഞാൻ ഇത്രയും പറഞ്ഞിട്ട് ഇവിടെ എന്നോട് പറയാതെ നീ എന്നോടല്ലേ ആദ്യം പറയാം. ഞാൻ ജസ്റ്റ് ബായ് പറയാൻ വേണ്ടിട്ട് ആളെടുത്ത് സംസാരിച്ചു. അവർക്ക് കംഫർട്ട് അല്ല, അവർക്ക് ഓക്കെ അല്ലെങ്കിൽ നീ അവിടെ ഇറങ്ങണം. അവരുടെ വീടല്ലേ, അതല്ലേ മര്യാദ. ബാക്ക് പാക്കർ അരുണിമയുടെ വീഡിയോ എല്ലാവരും കണ്ടതായിരിക്കും അല്ലേ? അപ്പം ആ വീഡിയോയിൽ പറയുന്നുണ്ടായിരുന്നു താമസിക്കാൻ ചെന്ന വീട്ടിൽ നിന്ന് അവർ ഇറക്കി വിട്ടു എന്നൊക്കെ. അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ തെറ്റാണെന്ന് പറഞ്ഞിട്ട് ജോർജ് ലോനാപ്പൻ എന്ന് പറയുന്ന പുള്ളി FBയിൽ പങ്കുവെച്ചിരുന്ന വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കണ്ടത്. അതിൻ്റെ കൂടെ ഒരു പോസ്റ്റുണ്ട്. ഈ വീഡിയോയിൽ പറയുന്ന ജോർജ് ഞാനാണ്. ഞാൻ അരുണിമ പറയുന്നത് തികച്ചും വാസ്തവമല്ല. 3 ദിവസം അവൾ ഇവിടെ താമസിച്ചില്ലേ, അവൾക്ക് എല്ലാ സഹായവും ഞങ്ങൾ ചെയ്തു കൊടുത്തില്ലേ. ശനിയാഴ്ച രാത്രിയാണ് സംഭവം. വ്യാഴം മുതൽ ശനിയാഴ്ച നൈറ്റ് വരെ അവൾ അവിടെ സർവ്വ സൗകര്യത്തോടെയല്ലേ താമസിച്ചത്. ആരും അവളെ ഇറക്കി വിട്ടില്ല. 20 വയസ്സുള്ള പെൺകുട്ടി എന്ന് പറഞ്ഞ എൻ്റെ കൊച്ചുമോളാണ്. മൺഡേ അവളുടെ കുറച്ച് ഫ്രണ്ട്സ് വരുമെന്നും അപ്പോൾ അവർക്ക് താമസിക്കാൻ റൂം വേണമെന്നും മാത്രമാണ് പറഞ്ഞത്. അരുണിമയുടെ ധാർഷ്ട്യം. അവൾ അപ്പോൾ തന്നെ അവിടെ നിന്ന് ഇറങ്ങിപ്പോവുകയാണ് ഉണ്ടായതും. ആരും അവളോട് ഇറങ്ങിപ്പോകാൻ പറഞ്ഞിട്ടില്ല, പറയുകയുമില്ല. പിന്നെ എൻ്റെ ഫാമിലി കൾച്ചർ അരുണിമ പ്രെഡിക്റ്റ് ചെയ്യേണ്ട. അരുണിമയുടെ ഫാമിലി കൾച്ചർ ഗ്രേറ്റ് ആയതുകൊണ്ടാകാം 20 വയസ്സുള്ളപ്പോൾ അവളെ മോഹിൻ എന്ന മാഹിനെ ആയിരിക്കും ഉദ്ദേശിച്ചത് എന്ന ചെറുപ്പക്കാരൻ്റെ കൂടെ ലോകം ചുറ്റി കറങ്ങാൻ വിട്ടത്. പിന്നെ ഞാൻ എൻ്റെ മകളുടെ കൂടെ എങ്ങനെ താമസിക്കുന്നു എന്ന് വിലയിരുത്തേണ്ടത് അരുണിമ അല്ല. ആ വീട്ടിൽ ഞാൻ എൻ്റെ ഭാര്യയും മാത്രമാണ് താമസിക്കുന്നത്. കൊച്ചുമക്കൾ 2 പേരും കോളേജ് ഹോസ്റ്റലിലാണ്. വീക്കെൻഡ് മാത്രമേ അവർ വരൂ. അവർ വന്നപ്പോൾ അരുണിമ അവിടെ താമസിക്കുന്നത് അവർ ഒരു വിരോധവുമില്ലായിരുന്നു. മൺഡേ വേറെ താമസം നോക്കാനാണ് മോൾ പറഞ്ഞത്. കാരണം അവളുടെ കോളേജ് ഫ്രണ്ട്സ് സ്പ്രിംഗ് വെക്കേഷന് അവളുടെ കൂടെ താമസിക്കാൻ വരുന്നു. സാറ്റർഡേ ആണ് പറയുന്നത് മൺഡേ മാറി തരണമെന്ന്. അതിന് അരുണിമ സാറ്റർഡേ നൈറ്റ് തന്നെ ഇറങ്ങിപ്പോയത് അവളുടെ അച്ഛൻ്റെയും അമ്മയുടെയും കൾച്ചറാണോ? ഇറങ്ങുന്നതിന് മുമ്പ് എന്നോട് പറയാമായിരുന്നല്ലോ. എന്നോട് പോലും പറയാതെ അവൾ റോഡിൽ ഇറങ്ങി ഷോ കാണിച്ചത് ശരിയാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം ഇവരുടെ ഭാഗത്തുനിന്നുള്ള നിരപരാധിത്വം തെളിയിക്കാനായിട്ട് ഇവരിങ്ങനെ ഒരു പോസ്റ്റും അതേപോലെ 2 മിനിറ്റിൽ കൂടുതലുള്ളൊരു വീഡിയോയും കൂടെ FB അക്കൗണ്ടിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകാം ഇറങ്ങിപ്പോകുമെന്ന് പറഞ്ഞ് ഇവളെ ആട്ടി ഇറക്കി വിട്ടിട്ടില്ല എന്നുള്ളത്. അതേപോലെ ചിലപ്പോൾ അങ്ങനെ പറഞ്ഞത് ഒരു ആക്ഷേപമായിട്ട് അരുണിമയ്ക്ക് തോന്നിയിട്ടുണ്ടായിരിക്കാം. അതുകൊണ്ട് തന്നെ ആയിരിക്കും രാത്രിയിൽ ഇറങ്ങിപ്പോയത്. എന്നാലും പിന്നെ മൂപ്പൻ ബ്ലോഗ്സിൻ്റെ അടിയിൽ വന്നിട്ട് ഈ ചേട്ടൻ ഒരുപാട് കമൻ്റ് ഇട്ടിട്ടുണ്ട്. ഈ ഒരു അപ്പച്ചൻ ആരും അവളോട് രാത്രി ഇറങ്ങിപ്പോകാൻ പറഞ്ഞിട്ടില്ല. സാറ്റർഡേ ആണ് സംഭവം. മൺഡേ മോർണിംഗ് മാറി തരണമെന്നാണ് എൻ്റെ കൊച്ചുമോൾ പറഞ്ഞത്. അവൾ ആ രാത്രി തന്നെ ഇറങ്ങിപ്പോയത് അവളുടെ മാതാപിതാക്കൾ പഠിപ്പിച്ച സംസ്കാരമാകാം. പക്ഷേ ഈ പറയുന്നിടത്തെല്ലാം മാതാപിതാക്കളെ പറയുന്നത് അത്ര ശരിയായിട്ട് എനിക്ക് തോന്നുന്നില്ല. അവൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അവളെക്കുറിച്ച് പറയുക, അല്ലാതെ അവളുടെ മാതാപിതാക്കളെ ഒന്നും ഇതിലോട്ട് വലിച്ചഴിച്ച് അവരുടെ പേര് ഇങ്ങനെ പറയണം എന്നില്ല. പോസ്റ്റിലും ഞാൻ കണ്ടു ഇങ്ങനെ മാതാപിതാക്കളുടെ കാര്യം പറയുന്നത്. അത് അത്ര നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല ജോർജ് അങ്കിൾ. അപ്പം ഇനിയും ഉണ്ട് വേറെ പോസ്റ്റുകൾ, നമുക്ക് അതും കൂടെ ഒന്ന് നോക്കാം. അപ്പം പനിയൊക്കെ ആയതുകൊണ്ടാണ് നേരിട്ട് വീഡിയോ ചെയ്യാൻ പറ്റാത്തത്.
അല്ല, അവർ അറിയാതെ ഇങ്ങനെ 3 ദിവസം അവിടെ താമസിക്കും. അവൾ കൊണ്ടുവന്ന അഴുക്ക് വസ്ത്രങ്ങൾ വരെ എൻ്റെ വൈഫ് വാഷ് ചെയ്ത് ഉണക്കി കൊടുത്തു. 3 ദിവസം ഇവിടെ താമസിച്ചു. മൺഡേ രാവിലെ മാറി താമസിക്കണമെന്നാണ് എൻ്റെ കൊച്ചുമോൾ പറഞ്ഞത്. അവൾ ആ രാത്രിയിൽ തന്നെ ഇറങ്ങിപ്പോയി. എന്നോട് പോലും പറഞ്ഞില്ല. ഞാൻ ഉറങ്ങുകയായിരുന്നു. എന്നിട്ടാണ് ഈ തെണ്ടിത്തരം കാണിച്ചത്. അപ്പം ഈ തെണ്ടിത്തരം ഇപ്പം കാണിക്കുന്നത് ഈ ജോർജ് എന്ന് പറയുന്ന അങ്കിളാണ്. കാരണം പറയുമ്പം നിങ്ങളുടെ ഭാഗത്ത് ന്യായം ഉണ്ടെങ്കിലും പറയുന്ന എല്ലാ കാര്യങ്ങളും ഒന്നും വിശ്വസിക്കാൻ പറ്റുന്നതല്ല എന്ന് നിങ്ങൾ തെളിയിക്കുന്ന ഒരു മെസ്സേജാണിത്. കാരണം നിങ്ങൾ പറയുന്നുണ്ട് നിങ്ങൾ ഉറങ്ങുമ്പോഴാണ് അവൾ ഇറങ്ങിപ്പോയതെന്ന്. അപ്പം നിങ്ങളിട്ടിരിക്കുന്ന ആ വീഡിയോയിൽ അവിടെ വടി പോലെ നിൽക്കുന്നത് നിങ്ങളല്ലേ? പറയുമ്പം കുറച്ച് ഇതായിട്ട് പറയാം. അപ്പം അതേപോലെ അവളുടെ ഡ്രസ്സൊക്കെ എന്തിനാണ് നിങ്ങളുടെ വൈഫ് കഴുകി കൊടുക്കുന്നത്? അവൾക്ക് കയ്യില്ലേ കഴുകാൻ? വേണമെങ്കിൽ അവൾ കഴുകുമായിരുന്നല്ലോ. അപ്പം കള്ളത്തരം പറയരുത്, ജയിക്കാൻ വേണ്ടി കള്ളത്തരം പറയരുത് ചേട്ടാ. അപ്പോൾ അവളോട് രാത്രിയിൽ ഇറങ്ങിപ്പോകാൻ ആരും പറഞ്ഞിട്ടില്ല. ഒരു ദിവസം കൂടെ കഴിഞ്ഞ് മൺഡേ മോർണിംഗ് മാറി തരണമെന്ന് മാത്രമാണ് എൻ്റെ കൊച്ചുമോൾ പറഞ്ഞത്. പക്ഷേ രാത്രി തന്നെ അവൾ എന്നോട് പോലും പറയാതെ ഇറങ്ങി. വീഡിയോ ഇട്ടതും അവളുടെ കുടുംബം അവളെ പഠിപ്പിച്ച നാടോടി സംസ്കാരമായിരിക്കും. ഇവിടെ ആ ചേട്ടൻ അവരുടെ കുടുംബത്തെ പറയുന്നുണ്ട്. അതൊന്നും അംഗീകരിച്ച് തരാൻ പറ്റത്തില്ല. അപ്പം ചേട്ടനോട് പറഞ്ഞിട്ട് തന്നെയാണ് അവൾ പോയത്. ആ ഒരു വീഡിയോയിൽ നമുക്കത് കാണാനായിട്ടും പറ്റും. അതേപോലെ ഇപ്പം നിങ്ങൾക്ക് അവൾ 3 ദിവസത്തിൽ കൂടുതൽ അവിടെ താമസിപ്പിക്കാൻ ഇഷ്ടമില്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ അവൾക്ക് മെസ്സേജ് അയച്ചാൽ എൻ്റെ വീട്ടിലോട്ട് വാ എന്ന് പറഞ്ഞ് ഒന്നാമത് വിളിപ്പിക്കരുതായിരുന്നു. അതേപോലെ അവൾക്ക് വേണമെങ്കിൽ താമസിക്കാനായിട്ട് ഇങ്ങനെ ഒരു പരിചയമില്ലാത്ത ആൾക്കാർ മെസ്സേജ് അയച്ചൊന്നും പറഞ്ഞ് അവരുടെ വീട്ടിലൊന്നും പോയി, ഒരു പെണ്ണല്ലേ, അവരുടെ വീട്ടിലൊന്നും പോയി താമസിക്കാതെ പൈസ കൊടുത്ത് പോകുന്ന സ്ഥലങ്ങളിൽ റൂം എടുത്ത് താമസിക്കും.